ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഹംലൂസ് കിച്ചൻ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഭംഗിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കേക്കിനായിട്ട് ഞാൻ ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. ഒരു 1.25 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു തവണ അരിച്ചെടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 തവണ അരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ ഈ ഗോതമ്പ് മാവിന് പകരമായിട്ട് വേണമെങ്കിൽ മൈദ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ മൈദ ഉപയോഗിച്ചാൽ മതി. സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്, റൂം ടെമ്പറേച്ചറുള്ള മുട്ട. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 4 എടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആയാലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ പൊടിച്ച പഞ്ചസാരയോട് ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗളും ഒക്കെ നനവില്ലാതെ വേണം എടുക്കാൻ. എങ്കിൽ മാത്രമേ മുട്ട നന്നായിട്ട് നമുക്ക് ക്രീമി ആയിട്ട് കിട്ടൂ. പഞ്ചസാര പൊടിച്ചതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിനി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പാലും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലും തണുപ്പില്ലാതെ വേണം എടുക്കാനായിട്ട്. അതും നന്നായിട്ടൊരു ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് മാവിൻ്റെ ബേക്കിംഗ് പൗഡറിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ സ്പീഡിലിട്ട് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ബീറ്റർ ഇല്ലാതെ അല്ലാതെ വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി. ഇപ്പോൾ മാവെല്ലാം ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പരന്നിട്ടുള്ള ഒരു പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അധികം പൊക്കമില്ലാത്ത പാനാണ്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് ഉയരത്തിൽ വേണ്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ 2 കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രീം വേണമെങ്കിൽ ഒരു 1.25 കപ്പ് വരെ എടുക്കാം. അപ്പോൾ കുറച്ച് വെള്ള കളറിലുള്ള ക്രീം മാറ്റി വെച്ചിട്ട് ഗ്രീൻ കളറിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ലിക്വിഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജെൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കേക്കിനി ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് ആക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ടിലുള്ള കേക്ക് ഇങ്ങനെ നീളത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ളത് ഈ എൻഡിലേക്ക് വെച്ചിട്ട് നീളത്തിലൊരു ഇലയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള കേക്ക് കളർ ചേർത്തിട്ട് നമുക്ക് അവിയൽ, സാമ്പാർ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാവുന്നതാണ്. ഈ ആദ്യത്തെ പീസ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത പീസ് കേക്കും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ക്രീം ഞാൻ ഈ ഒരു കേക്കിലേക്ക് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കേക്കിലേക്ക് ഒത്തിരി ക്രീം വേണമെങ്കിൽ 1.25 കപ്പ് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇനിയൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അടുത്ത മുകളിലേക്കുള്ള വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
കോട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇനി ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീനാണുള്ളത്, ആ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെൽ ഫുഡ് കളർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഗ്രീൻ കളർ കിട്ടും. ഈ ലിക്വിഡ് കളർ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രീം നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, മെൽറ്റായി പോകും. അതുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. ഒരു സ്ക്യൂവർ വെച്ചിട്ട് നമ്മൾ വാഴയിലയുടെ ആ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കുറച്ച് ഗ്രീൻ കളർ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് തന്നെ ആ വൈറ്റ് കളർ കാണാതെ നന്നായിട്ട് ഗ്രീൻ കളർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെൽ ഫുഡ് കളർ ചേർത്തിട്ടുള്ള ക്രീമാണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ, നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ആ വരയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താലും മതി. ായിട്ട് കുറച്ച് ബ്രൗൺ കളർ ഒരു സ്ക്യൂവറിനകത്ത് ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടെ ചെയ്തെടുക്കുമ്പോൾ ഇലയുടെ കറക്റ്റ് ആ ഒരു ഇലയുടെ ഭംഗിയിൽ കിട്ടും. സ്ക്യൂവർ കൊണ്ട് ഒന്നുകൂടി ആ നടുഭാഗം കുറച്ചൊന്ന് വരയിട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളറിലുള്ള കുറച്ച് ജെൽ ഫുഡ് കളറാണ്, അത് സ്ക്യൂവറിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോറിന് പകരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കേക്ക് ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെർമിസെല്ലി, നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് ഒരു ബൗളിലെടുത്തിട്ട് കുറച്ച് ക്രീമും ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ബീട്രൂട്ട് പച്ചടിയാണ് റെഡിയാക്കിയിട്ടുള്ളത്, അത് വെച്ച് കൊടുക്കാം. ഇതൊക്കെ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ സിറപ്പോട് കൂടിയിട്ട് പിക്കിളായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഡേറ്റ്സും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇഞ്ചമ്പുളി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അവിയലാണ്. അപ്പം കുറച്ച് മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആപ്പിളും കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കേക്ക് പൊടിച്ചതും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കുറച്ച് മഞ്ഞ കളർ കൂടി ചേർത്തിട്ട് അവിയൽ റെഡിയാവും. ഇതൊക്കെ അവരവരുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൽ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യാതെ ഇതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രൂട്ട്സിന് പകരമായിട്ട് കേക്കിൽ കളർ ചെയ്തിട്ട് അത് വേണമെങ്കിൽ മിക്സ് ആക്കിയിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അവിയലോ സാമ്പാറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓലന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലേക്ക് വിപ്പിംഗ് ക്രീം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഓലനും വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇനി അടുത്തതായിട്ട് പൈനാപ്പിൾ പച്ചടിക്കായിട്ട് ഞാനിവിടെ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കളറും കൂടെ, ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിലും പൈനാപ്പിൾ പച്ചടിയായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഈ കറികളൊക്കെ സദ്യയിൽ ഇങ്ങനെയാണോ വിളമ്പുന്നതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പോലെ എല്ലാം ഓർഡറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് തീയലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് വിപ്പിംഗ് ക്രീമും കുറച്ച് ഫ്രൂട്ട്സ് ആപ്പിളും മാങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോടെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് ലൂസാക്കി എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് തീയലായിട്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മധുരക്കറിയായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ അല്ലാതെ നേരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുണ്ടാക്കിയിട്ടൊന്നുമുള്ളതല്ല. പിന്നെ പ്രഥമനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ഇനി പഴം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടി കുറച്ച് പാൽ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് മധുരത്തിനായിട്ട്. 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കളർ കൂടി ചേർക്കുന്നുണ്ട്, യെല്ലോ കളറ്. ബ്രെഡിന് പകരമായിട്ട് കേക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ പീസ് ഇതിലേക്ക് ഒന്ന് മുക്കിയിട്ട് അത് ആ പഴത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ സൈഡൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം ബ്രെഡിൻ്റെ പീസിൻ്റെ. അപ്പോൾ ഒന്ന് നനച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പഴത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡ് നന്നായിട്ടൊന്ന് നനച്ചിട്ട്. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രൗൺ കളറും ഉണ്ട്. അതിൻ്റെ പഴത്തിൻ്റെ ഏറ്റവും അറ്റവും സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്രൗൺ കളറ് ഇങ്ങനെ ഒന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇതൊക്കെ അവരവരുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. എനിക്ക് പറ്റുന്ന പോലെ ഒരു പഴമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവിടെ കുറച്ച് ഗ്രീൻ കളർ കൂടെ കൊടുക്കാനായിട്ട് ഗ്രീൻ കളറ് ഒരു ടൂത്ത് പിക്കിൽ കുത്തിയിട്ട് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴവും റെഡി ആയിട്ടുണ്ട്. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പപ്പടം ഞാൻ ചെറുതായിട്ട് പപ്പടം ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അല്ലാതെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ പപ്പടം റെഡിയാക്കി എടുക്കാം. പിന്നെ കുറച്ച് കസ്കസ് ഇതിൻ്റെ മുകളിലൊക്കെ കടുകിന് പകരമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചോറിലേക്കുള്ള പരിപ്പ് ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഗ്രീൻ കളറിൽ എടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് യെല്ലോ കളർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസാവാനായിട്ട് ഞാൻ കുറച്ച് പാൽ കൂടി ചേർത്തിട്ടുണ്ട്, തണുത്ത പാൽ. അപ്പോൾ സദ്യയിലേക്ക് പരിപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ ഒരു എൻഡിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പായസമാണ്, സേമിയ പായസം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ ബൗളിലൊന്നും വെക്കുന്നില്ല. വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് കാഷ്യൂനട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ്, വൈറ്റ് കളറിലുള്ള സ്പ്രിങ്കിൾസ് വെർമസിലിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഈ കേക്ക് നന്നായിട്ട് ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ബോർഡർ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനി തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. വളരെ ഈസിയാണ്. കാണുന്ന പോലെ അത്ര പാടൊന്നുമില്ല. വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ കേക്ക് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിലുള്ള സ്പോഞ്ച് നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ടാണ്, എന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല കേക്കാണ്. നമ്മുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. താങ്ക് യു. ഹാപ്പി ഓണം.